ഹലോ ഗായ്സ്, നമുക്കിന്നൊരു അടിപൊളിയായിട്ട് കരിമണിയിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഹാൻഡ് ചെയിൻ തയ്യാറാക്കിയാലോ. അതിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം കേട്ടോ. കരിമണി മുത്ത് വേണം, അതുപോലെ തന്നെ ഗോൾഡ് കളർ മുത്ത് വേണം, അതുപോലെ തന്നെ ഗിയർ വയർ വേണം, ഗിയർ ലോക്ക് വേണം, അതുപോലെ സൈഡ് റിങ് വേണം. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടിയിട്ട് വേണം. ഇനി ഒരു ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു ചെയിൻ എടുക്കുന്നുണ്ട്. നമ്മൾ കൊളുത്തിയിടാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ എടുക്കുന്നുണ്ട്. ആ കൊളുത്താൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ സാധനം കൂടിയിട്ട് വേണം. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് കാര്യപരിപാടിയിലോട്ടൊക്കെ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഗിയർ വയർ എടുക്കാം. നമ്മുടെ കൈയിൻ്റെ അളവൊക്കെ നോക്കി എടുത്തിട്ട് ഒരു ഗിയർ വയർ എടുക്കുക. അതിലോട്ടേക്ക് നമ്മളൊരു ഗിയർ ലോക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ഒരു സൈഡ് റിങ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. പ്ലെയർ ഇട്ട് നന്നായിട്ട് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അതങ്ങ് ഇറങ്ങി ഇരുന്നോളും. ഇനി നമ്മൾ അതിലോട്ടേക്ക് മുത്തുകളൊക്കെ ഒരു കറുത്ത മുത്ത് അങ്ങനെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യാം. നമുക്കിതിൽ തന്നെ പല തരത്തിൽ നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അതെല്ലാം ഓരോരോ ഭംഗിയാണ്. നമുക്ക് ഒരു കരിമണി മുത്ത്, ഒരു ഗോൾഡ് മുത്ത് അങ്ങനെയും ഇടാം. ഇല്ലെങ്കിൽ 3 ഗോൾഡ് മുത്ത്, ഒരു കരിമണി മുത്ത് അങ്ങനെയും ഇടാം. എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. ഇങ്ങനെ ചെയ്താലും അടിപൊളിയാണ്. ആ ഗോൾഡും കരിമണിയും വരുമ്പോൾ തന്നെ ആ കളർ കോമ്പിനേഷൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞത് ഇങ്ങനെ കിട്ടും. നമുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും ഫുൾ ഫിനിഷിംഗ് ആയിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ അവസാനം എന്ത് ചെയ്യുക, ഒരു ഗിയർ വയറിലോട്ടേക്ക് ലാസ്റ്റ് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത് ഒരു സൈഡ് റിങ്ങും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അപ്പുറത്തെ സൈഡിൽ കൂടിയിട്ട് ആഡ് ചെയ്ത് ലോക്കാക്കി കൊടുക്കാം. അകത്ത് കൂടെ മുത്ത് കയറ്റി ഇടുക. അപ്പോഴത്തേക്കിനും നമുക്ക് പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തൊന്നുമില്ല. അത് കുറേ നാൾ തന്നെ നമ്മൾ കയ്യിൽ കിടക്കുകയും ചെയ്യും. നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു ചെയിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് കൊളുത്തി പിടിച്ചിടാനായിട്ടൊരു ചെയിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കൈ ചെയിൻ അല്ലെങ്കിൽ ഹാൻഡ് ചെയിൻ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നന്നായിട്ട് ഇറുക്കി ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു മുത്തിൻ്റെ ബാക്കിലാക്കിയൊക്കെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്ര ചെയിൻ വേണോ അതിനനുസരിച്ച് നമ്മുടെ കൈൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നമ്മളൊരു ലോക്ക് ഇട്ട് കൊടുക്കാം. ലോക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും അത് സെറ്റായിരുന്നോളും. നമുക്ക് കുറച്ച് ഗിയർ വയറും കൂടി ഇട്ടെടുക്കാം. എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ചൊരു മുത്തിട്ട് കൊടുക്കാം. അത് ലാസ്റ്റ് നമ്മുടെ ചെയിൻ ഇട്ടില്ലേ, ആ ചെയിനിൻ്റെ ലാസ്റ്റ് ഒരു മുത്തിട്ട് കൊടുക്കാനാണ് അപ്പോൾ ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഗിയർ വയർ ഇട്ടിട്ട് നമുക്ക് അതിലോട്ടേക്ക് ഒരു കരിമണി മുത്തും കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് കടുപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൂടി ചെയ്താൽ ഇത് കൂടെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. നമ്മൾ തന്നെ കറക്കി നല്ല ടൈറ്റാക്കി മുറുക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കി വന്ന എക്സിസ്റ്റ് ആയിട്ടുള്ളത് വെട്ടിക്കളയാം. എന്നിട്ട് കൂർത്തിരിക്കുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ചപ്പിച്ചൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിനും ഇത് കയ്യിലൊന്നും കയറി കൊള്ളത്തില്ല. ഇനി നമുക്ക് കയ്യിലിട്ടത് ഇങ്ങനെ ഇരിക്കും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ബൈ.